ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് നിങ്ങളുടെ സന്തോഷം കെടുത്തുന്ന അനവധി കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏറ്റവും അപ്രതീക്ഷിതമായ വ്യക്തികളിൽ കൂടി, സംഭവങ്ങളിൽ കൂടി നിങ്ങൾ ഒത്തിരി വേദനിക്കാൻ ഇടയായിട്ടുണ്ട്. അതിനാൽ തന്നെ മനസ്സ് ഭാരപ്പെട്ട് ഇനി എന്ത് ചെയ്യും, എന്നെ സഹായിക്കാൻ ആരുമില്ല, എനിക്ക് സഹായം എവിടെ നിന്ന് കിട്ടും, എൻ്റെ ഈ അവസ്ഥ ആരും അറിയുന്നില്ല എന്ന് നിങ്ങൾ പലരിലും സ്വയമേ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. മനസ്സിന് സംഘർഷവും വേദനയും കാരണം പല വ്യക്തികളും ഇന്ന് രോഗികളായി മാറിയിട്ടുണ്ട്. പ്രഷറും ഷുഗറും കൂടിയിട്ട് പലവിധമായ രോഗങ്ങൾക്ക് അത് കാരണമായിട്ടുണ്ട്. മനസ്സിൻ്റെ നില തെറ്റിയ അവസ്ഥ ചിലർക്കുണ്ട്. ശരീരത്തിന് ആസകലം വേദന സഹിക്കാമല്ലാതെ രാത്രിയിൽ ഉറങ്ങാൻ പോലും കഴിയാത്തവരുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ആശുപത്രികളിലായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവികമായ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ രോഗസൗഖ്യമുണ്ടാകുന്നു. മനുഷ്യർ എല്ലാം ദൈവത്തിൻ്റെ മുൻപിൽ പാപികളാണ്. വചനം പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തനുമില്ല, ദൈവമല്ലാതെ നീതിമാന്മാരായി മറ്റാരുമില്ല. അതിനാൽ തന്നെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നാം എല്ലാവരും പാപികളാണ്. ഓരോ നിമിഷവും നാം അറിയാതെയോ അറിഞ്ഞോ പാപം ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് അനുതാപത്തിൻ്റെ ഹൃദയം തരണമേ, എൻ്റെ മനസ്സിന് അന്തരം വരുത്തണമേ, എനിക്ക് ദൈവത്തിലേക്ക് പൂർണ്ണമായി തിരിയാൻ, എന്തു വന്നാലും എൻ്റെ ഏത് പാപാവസ്ഥയിലും ഞാൻ എൻ്റെ കർത്താവിലേക്ക് തിരിഞ്ഞാൽ എനിക്ക് സൗഖ്യമുണ്ട്, വിടുതലുണ്ട് എന്ന് വിശ്വസിക്കാൻ തക്കവണ്ണം നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നിങ്ങളെ അലട്ടുന്ന എല്ലാ രോഗപീഠകളെയും സമർപ്പിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ രോഗികളായിരിക്കുന്നവരെ സമർപ്പിക്കുക. ആശുപത്രികളിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് നാം പേരെടുത്തു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ശരീരത്തിലുള്ള രോഗങ്ങളെ ഓരോന്നായി ദൈവത്തോട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒപ്പം കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവരോടും ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അരുളി ചെയ്തിരിക്കുന്നത്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. അതിനാൽ പല മേഖലയിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ മടിച്ചിട്ടുണ്ട്, മറന്നിട്ടുണ്ട്. ഈ രാത്രിയിൽ എല്ലാവരോടും കരുണ കാണിക്കാൻ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി, കരുണയുടെ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. എല്ലാ രോഗികൾക്ക് വേണ്ടി പ്രത്യേകം ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടരുത്. നിങ്ങൾ ഭവനത്തിൽ നിന്നും ദൂരെയാണ് എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങൾ ഭയപ്പെടരുത്. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിലും കർത്താവായ ദൈവം, ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ജീവിക്കുന്ന യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെയുണ്ട്. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ കൂടെയുണ്ട്. പരമകാരുണ്യവാനായ ദൈവം നിങ്ങളുടെ അടുത്തുണ്ട്. അവിടുന്ന് എല്ലായിടവും ഒരുപോലെ സന്നിഹിതനാണ്. അതിനാൽ നിങ്ങൾ ഭാരപ്പെടരുത്. ആരും നിങ്ങളെ ഒന്നും ചെയ്യുകയില്ല. ആരും നിങ്ങളെ ഉപദ്രവിക്കാൻ കർത്താവ് അനുവദിക്കുകയില്ല. അതിനാൽ നിങ്ങളുടെ ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യങ്ങളെ ഓർത്ത്, യുദ്ധത്തിൻ്റെ കാര്യങ്ങളെ ഓർത്ത്, നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങളെ ഓർത്ത്, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജോലിയെ, സമ്പത്തിനെ, വീടിനെ എല്ലാം ഓർത്ത്, നഷ്ടപ്പെട്ടു പോയ പ്രിയപ്പെട്ടവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവിന് നിങ്ങൾക്കെല്ലാം പുതുക്കിത്തരാൻ സാധിക്കും. കർത്താവ് ജീവിക്കുന്ന ദൈവമാണ്. അവിടുന്ന് എല്ലാം നവീകരിച്ചു തരും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ വിശ്വാസമാണ് ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ധാരാളമായി
നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് നിങ്ങൾ സ്വീകരിച്ചു, അത് കർത്താവ് നിങ്ങൾക്ക് നൽകി എന്ന് വിശ്വസിക്കുക. അത് ഏറ്റുപറഞ്ഞ നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുക. നിങ്ങളുടേതായിരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചത്, നിങ്ങൾ വിശ്വസിച്ചത്. ഈ രാത്രിയിൽ എല്ലാവർക്കും സൗഖ്യത്തിനു വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 38, 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. കർത്താവേ, അങ്ങേക്കു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങാണ് എനിക്ക് ഉത്തരമരുളുന്നത്. ഇതാണ് എൻ്റെ പ്രാർത്ഥന. എൻ്റെ കാൽ വഴുതുമ്പോൾ അഹങ്കരിക്കുന്നവർ എന്നെ പ്രതി സന്തോഷിക്കാൻ ഇടയാക്കരുതേ. ഇതാ ഞാൻ വീഴാറായിരിക്കുന്നു. വേദന എന്നെ വിട്ടുപിരിയുന്നില്ല. ഞാൻ എൻ്റെ അകൃത്യങ്ങൾ ഏറ്റുപറയുന്നു, എൻ്റെ പാപത്തെപ്പറ്റി അനുതപിക്കുന്നു. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപത്തെ ഓർത്ത് അനുതപിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ, ജീവിതത്തിൽ, മനസ്സിൽ, ശരീരത്തിൽ, കുടുംബത്തിൽ, ഞങ്ങളുടെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ എൻ്റെ കർത്താവേ നീ പ്രവർത്തിക്കണമേ. കർത്താവേ, ഇന്ന് പാപം ഏറ്റുപറയാത്തത് കാരണം, അനുതപിക്കാത്തത് കാരണം, മറ്റുള്ളവരോട് ക്ഷമിക്കാത്തത് കാരണം, മറ്റുള്ളവരോട് കരുണ കാണിക്കാത്തത് കാരണം കർത്താവേ, ഇന്ന് ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു. ഹൃദയത്തിൽ നീരസം വെച്ചുകൊണ്ട്, വെറുപ്പും വിദ്വേഷവും വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞാൻ അറിയാതെ എൻ്റെ പല ശരീരഭാഗങ്ങളിലും രോഗം ബാധിച്ച് എന്നെ ജീവിതത്തിൽ മുന്നോട്ട് വിടാത്ത തക്കവണ്ണം ഞാൻ രോഗിയായി മാറിയിരിക്കുന്നു. ഈ അവസ്ഥയ്ക്ക് കർത്താവേ, ഇന്ന് രാത്രിയിൽ എന്നെ നീ സുഖപ്പെടുത്തണമേ. ഞാൻ അനുതപിക്കുന്നു. ഈ രാത്രിയിൽ അനുതാപത്തിൻ്റെ ഹൃദയം നൽകി എന്നെ അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ വചനം ഞങ്ങൾ ഓർക്കുന്നു. സമയം പൂർത്തിയായിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക. ഈ രാത്രിയിൽ നിൻ്റെ സുവിശേഷത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിൻ്റെ സദ്വാർത്തയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നീയാണ് ഞങ്ങളുടെ സദ്വാർത്ത. കർത്താവേ, നീ തന്നെയാണ് ഞങ്ങളുടെ സുവിശേഷം. ഞങ്ങൾ നിന്നിൽ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സൗഖ്യപ്പെടാൻ നിനക്കാഗ്രഹമുണ്ടോ എന്ന് നീ ബെത്സദ കുളങ്ങരയിൽ 38 വർഷം രോഗിയായിരുന്ന മനുഷ്യനോട് നീ ചോദിച്ചത് ഈ രാത്രിയിൽ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ സൗഖ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളിൽ രോഗികളായ ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അമ്മു എന്ന ഒരു സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മനസ്സിൻ്റെ വേദനയും ടെൻഷനും കാരണം, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തുള്ള വിഷമം കാരണം, മക്കളുടെ വിവാഹം നടക്കാത്തത് കാരണം, കുടുംബത്തിലെ പ്രയാസങ്ങൾ ഓർത്ത് പ്രഷർ കൂടി മറ്റു പല രോഗങ്ങൾക്ക് അടിമപ്പെട്ടു പോയ അമ്മു എന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയെ ഈ രാത്രിയിൽ നീ സൗഖ്യപ്പെടുത്തണമേ, സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്നേഹലത എന്ന ഒരു മകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിപൂർണ സൗഖ്യം കൊടുക്കണമേ. സുഗന്ധി എന്ന ഒരു മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കുന്ന സ്റ്റീഫൻ എന്ന ഒരു മകനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എത്രയും പെട്ടെന്ന് ഡിസ്ചാർജായി ആരോഗ്യവാനായി തിരികെ വീട്ടിലേക്ക് മടങ്ങാൻ അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഫ്രാൻസിസ് ചാക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രസാദ് ജോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. തങ്കമ്മ അലക്സ് അടൂറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലീന അലക്സ് ആവശ്യപ്പെട്ട എല്ലാ നിയോഗങ്ങൾക്കു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ കരുണ തോന്നണമേ. രാജീവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുളസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രജനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ അത്ഭുത സൗഖ്യം തരണമേ. വിമല കുമാറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സൗഖ്യം തരണമേ. നളിനി നാരായണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ നീ കാണണമേ. ആനി ജോസഫിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ രോഗികളായ എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, മാതാപിതാക്കളെ,
യുവതി യുവാക്കളെ, കുഞ്ഞുമക്കളെ, വയോവൃദ്ധരെ, വിധവകളെ, വിഡോവേഴ്സിനെ എല്ലാവരെയും ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ എഴുതി അറിയിച്ചവരോട് അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന മറ്റു പലർക്കായി അയച്ചു കൊടുക്കുന്ന നല്ലവരായ ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ നീ ഏറ്റെടുത്ത് ഈ രാത്രിയിൽ ഞങ്ങളുടെ മനസ്സിന് സൗഖ്യം നൽകി, ഹൃദയത്തിന് ശക്തി നൽകി, ശരീരത്തിന് ആരോഗ്യം നൽകി, ദൈവമേ, എന്നേക്കുമായി പൂർണ്ണ വിടുതൽ നൽകി ആരോഗ്യമുള്ള ഒരു വ്യക്തിയായി ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് എല്ലാ കാര്യങ്ങളും കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ നടത്തുവാൻ, ദൈവമേ, ദൈവത്തോടൊരു യഥാർത്ഥ ബന്ധം പുലർത്തുവാൻ, ദൈവത്തോട് ഒന്നാകാൻ, പാപങ്ങളെ ഏറ്റുപറഞ്ഞ് എപ്പോഴൊക്കെ ഞാൻ ദൈവത്തിൽ നിന്ന് പാപത്തിലൂടെ അകന്നു പോന്നു ആ സമയമെല്ലാം കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ഓർക്കാനും കർത്താവിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഓർക്കാനും, എൻ്റെ നീതി കൊണ്ടല്ല ഞാൻ രക്ഷ പ്രാപിച്ചത്, എൻ്റെ ദൈവത്തിൻ്റെ നീതിയാലാണ്, അതോർത്ത് വീണ്ടും തിരികെ വന്ന് കർത്താവിനോട് മാപ്പ് ചോദിച്ച് വീണ്ടും ദൈവവുമായുള്ള എൻ്റെ ബന്ധം അത് ശക്തിപ്പെടുത്തുന്നതിന് ഈ രാത്രിയിൽ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവർക്ക്, ഇവരുടെ കുടുംബത്തിലുള്ളവർക്ക്, ഇത് അയച്ചു കൊടുക്കുന്നവർക്ക് എല്ലാം ദൈവമേ അത്ഭുത സൗഖ്യം നൽകി ഈ രാത്രിയിൽ നിൻ്റെ പ്രത്യേക സംരക്ഷണം ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ അനന്തമായ സ്നേഹവും സമാധാനവും സന്തോഷവും വിശ്വാസവും ഞങ്ങൾക്കുണ്ടായി ഞങ്ങളെ നീ ആശീർവദിക്കണമേ. സൗഖ്യവും സംരക്ഷണവും നൽകി ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു പരിപാലിക്കണമേ. കർത്താവേ, നാളത്തെ ഇലക്ഷനെ സമർപ്പിക്കുന്നു. ദൈവമഹത്വത്തിനു വേണ്ടി എല്ലാവരും വോട്ട് ചെയ്യുന്നതിനും, കർത്താവെ, എല്ലാം ശാന്തമായി സമാധാനപരമായി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുന്നതിനും, ആരും ആരെയും വഞ്ചിക്കാതെ സത്യസന്ധമായ വോട്ടിംഗ് സിസ്റ്റം നാളെ ഉണ്ടാകാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തമായ ഇടപെടൽ ഈ രാജ്യം മുഴുവനും ഉണ്ടാകണമേ. കർത്താവെ, ആരും ആരെയും വഞ്ചിക്കാൻ നീ അനുവദിക്കരുതേ, ഒരധികാരിയും നീ അനുവദിക്കരുതേ. കർത്താവെ, ഞങ്ങൾ വഞ്ചിതരാകാൻ ആഗ്രഹിക്കുന്നില്ല, ഞങ്ങൾ വഞ്ചിതരാകാൻ നീ അനുവദിക്കരുതേ. നിന്റെ പ്രത്യേക സംരക്ഷണത്തിൽ, നിന്റെ മേൽനോട്ടത്തിൽ നാളത്തെ വോട്ട് സമാധാനപരമായി പര്യവസാനിക്കുവാൻ നീ തന്നെ നേരിട്ട് ഇടപെടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും ഈ രാത്രിയിൽ സംരക്ഷണം ഏർപ്പെടുത്തി നിന്റെ സൗഖ്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞ് സുഖമായ ഒരുറക്കം തരണമേ. ഈ രാത്രിയിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും പ്രത്യേകം സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, പൂർണ്ണാരോഗ്യം ലഭിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ.
നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ഭയത്തിൽ നിന്നും, സങ്കടത്തിൽ നിന്നും, വിഷമങ്ങളിൽ നിന്നും, മനസ്സിൻ്റെ പിരിമുറുക്കത്തിൽ നിന്നും, ഭയത്തിൽ നിന്നും, ഏകാന്തതയിൽ നിന്നും, നിരാശയിൽ നിന്നും കർത്താവ് നമ്മെ മോചിപ്പിച്ച് അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, രുചിച്ചറിയുവാൻ ഈ രാത്രിയിൽ കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഈ രാത്രിയിൽ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് നമുക്കുറങ്ങാം. നാളെ നല്ലൊരു ദിവസം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. നാളത്തെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവ് ഏറ്റെടുത്ത് സാധിച്ചു തരട്ടെ. കർത്താവിൻ്റെ സൗഖ്യവും സമാധാനവും ഉണ്ടായി ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കം കർത്താവ് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ ആവശ്യങ്ങളെ കർത്താവ് സാധിച്ചു തരട്ടെ. നാളത്തെ പ്രഭാതത്തിൽ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനും ദൈവം ആഗ്രഹിക്കുന്നവർക്ക് വോട്ട് ചെയ്യാനും കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.